ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ആദ്യം തന്നെ ഭഗവാൻ മുരുകൻ എനിക്ക് തന്ന ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാൻ ആ സന്തോഷം പങ്കുവെച്ച് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ച കഥ പങ്കുവെച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പർട്ടിക്കുലറി മെൻഷൻ ചെയ്തത്. പക്ഷേ ഒരുപാട് പേരെന്നോട് ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്തോളൂ. തീർച്ചയായും ഭഗവാൻ അതിന് നിങ്ങൾക്ക് അനുഗ്രഹം തന്നിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്ത ഒരാളാണ് എനിക്കിന്ന് രാവിലെ മെസ്സേജ് അയച്ചതാണിത്. ഇന്നലെ, അതായത് വേൽമാറൽ മഹാമന്ത്രത്തെപ്പറ്റി ഞാനിട്ട വീഡിയോയുടെ താഴെ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്, ചൊവ്വാഴ്ചകളെന്ന് പറയുന്നത് എനിക്കെപ്പോഴും ഭഗവാൻ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ തന്നുകൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതും ഒരു അത്ഭുതമാണ്. ഞാൻ ഇതും ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കൂടി ഞാൻ വീണ്ടും ആ ചേച്ചിയോട് നന്ദി പറയുകയാണ്. കാരണം മിക്കവരും ചെയ്തു നോക്കി ഫലം കിട്ടിയാൽ ആരും അത് കമൻ്റ് ഇട്ട് അറിയിക്കാറില്ല. അങ്ങനെ തോന്നുന്നത് വളരെ ചുരുക്കം പേർക്കാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കമൻ്റ് ഇടാൻ തോന്നിയ ആ ചേച്ചിയുടെ മനസ്സിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും മകൻ്റെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യ ഭഗവാൻ ചേച്ചിയുടെ മകന് കൊടുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കാൻ നേരമായോ എന്നുള്ളതാണ്. അപ്പം പ്രാർത്ഥനകൾ ഫലിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നേരായ രീതിയിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പം ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രാർത്ഥനകൾ ശരിയായ വിധത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലേ? അതായത് എനിക്ക് നല്ല ജോലി കിട്ടണം, എൻ്റെ മക്കളുടെ വിവാഹം നടക്കണം, എൻ്റെ മക്കൾക്ക് കുഞ്ഞുണ്ടാവണം, ഞങ്ങളുടെ കുടുംബം നന്നായിട്ട് പോകണം. ഇങ്ങനെ നമ്മൾക്ക് നാനാവിധത്തിലുള്ള പ്രാർത്ഥനകളാണ്. കടം തീരണം, ധനമുണ്ടാകണം, സമാധാനമുണ്ടാകണം. ആ രീതിയിൽ പല 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 പ്രാർത്ഥനകൾ. ഇന്ന മന്ത്രം ചൊല്ലിയാൽ ഇന്നത് നടക്കും, ഇന്ന അമ്പലത്തിൽ പോയാൽ ഇന്നത് നടക്കും, ഇന്ന അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു കിട്ടും. അങ്ങനെ നമ്മൾ എവിടെ പോയി എന്ത് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. നമ്മൾക്ക് ആകെയും പോകുകയും വേണ്ടത് എന്താണ്? നമ്മുടെ കാര്യം സാധിച്ചു കിട്ടുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും പ്രോപ്പറായിട്ടുള്ള വേയിൽ ആയിരിക്കില്ല പ്രാർത്ഥിക്കുന്നത്. മിക്കവാറും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം നടത്തി തരാറുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ നടത്തി തരുന്ന പ്രാർത്ഥനകളുടെ പരിധി അല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തന്നതെന്നുള്ളത്. അത് മാത്രവുമല്ല, ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് അതിനുള്ള ഫലം കിട്ടാതെ നമ്മളിങ്ങനെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഇതെൻ്റെ വിധിയാണ് അല്ലേ? ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടപ്പോൾ നമ്മുടെ തലയിൽ ദൈവം വരച്ചു വെച്ച വരയാണിത്, നമ്മൾ അനുഭവിച്ചേ തീരൂ. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അത് പറയാത്ത ഒരാൾ പോലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കാത്തവർ, ഒരു വീട് സ്വന്തമായിട്ടില്ലാത്തവർ, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, കല്യാണം നടക്കാത്തവർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മോനൊരു ജോലി കിട്ടണം, എൻ്റെ മക്കളുടെ വിവാഹം നടക്കണം, എനിക്കൊരു വീട് കിട്ടണം. ഇത് മാത്രമായിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് തെറ്റാണ്. ഈ രീതിയിലല്ല നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്? നമുക്കത് നോക്കാം. ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കൂട്ടുകാരി കുറേ നാളുകൾക്ക് മുമ്പ് അവളെന്നോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് ഗൾഫിലൊരു ജോലി വേണം, എന്താടി ചെയ്യേണ്ടത്, പെട്ടെന്നൊരു ഫലം കിട്ടുന്നത് നീ എനിക്ക് പറഞ്ഞതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഗുരുവായൂരപ്പന് നീ ഒരു കൃഷ്ണനാട്ടം നേര്, എന്നിട്ട് നീ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം അവൾ എന്നോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചില്ല. ഞാൻ ആ സമയത്ത് അത് പറഞ്ഞും കൊടുത്തില്ല. അവൾ പ്രാർത്ഥിച്ചു. 15ാമത്തെ ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടീ ചേട്ടന് ശരിയായി കേട്ടോ, ചേട്ടൻ ജോലിക്ക് കയറി പോവുകയാണ്. ഞാൻ പറഞ്ഞു, സന്തോഷം, ഭഗവാൻ പ്രാർത്ഥന കേട്ടല്ലോ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എപ്പോൾ ഞാനിനി ഇത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ചേട്ടൻ അവിടെ ജോലിക്ക് പോയി ആദ്യത്തെ മാസം ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്നെടുത്ത് കൃഷ്ണനാട്ടം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ജോലിക്ക് പോയി 1 മാസമൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, എടീ ജോലിയൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചേട്ടൻ നിൽക്കാൻ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, ഇത്രയും കാശൊക്കെ മുടക്കി പോയതല്ലേ, കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും നിൽക്കാൻ ചേട്ടനോട് എന്ന് പറഞ്ഞു. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഇവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ തിരിച്ചു വരികയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി?
ചേട്ടന് ഇങ്ങനെയൊക്കെ ആടി, അവിടെ പ്രശ്നങ്ങളാണ്, ശമ്പളം ഇപ്പോൾ കുറവാണ്, സമയത്ത് കിട്ടുന്നില്ല, അതുകൊണ്ട് ഒട്ടും പറ്റുന്നില്ല ചേട്ടൻ തിരിച്ചു വരാൻ വേണ്ടി. ഇപ്പോൾ ഇവളെന്നോട് പറഞ്ഞു ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചതല്ലേ, എന്നിട്ട് കണ്ണൻ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച കാര്യം നടത്തി തന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എങ്ങനെയാണ് ഭഗവാനോട് പ്രാർത്ഥിച്ചത്? എൻ്റെ ചേട്ടന് ഗൾഫിൽ പോകാൻ പറ്റണം. ഇവൾ പ്രാർത്ഥിച്ചത് പർട്ടിക്കുലറി ആ ഒറ്റ കാര്യമാണ്. ഞാൻ ചോദിച്ചു നീ അത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, ജോലിക്കാര്യം? ഇല്ല, ചേട്ടന് ജോലി ഗൾഫിൽ കിട്ടണം, അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചേട്ടന് ഗൾഫിൽ പോകണമെന്ന് പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞു അത് തെറ്റായ പ്രാർത്ഥനയായിരുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളിൽ ചിലർ വിചാരിക്കും അവിടെ എവിടെയാണ് തെറ്റ് എന്നുള്ളത്. അതായത് അവൾ പ്രാർത്ഥിച്ചത് എന്താണ്? എൻ്റെ ചേട്ടന് ഗൾഫിൽ പോകാൻ പറ്റണം. ഭഗവാൻ അത് സാധിച്ചു കൊടുത്തു. പക്ഷേ അവിടെ പ്രാർത്ഥിക്കേണ്ടിയിരുന്ന എന്താണ്? എൻ്റെ ചേട്ടന് ഗൾഫിൽ സ്ഥിരമായ നല്ലൊരു ജോലി കിട്ടാൻ അനുഗ്രഹിക്കണമേ ഭഗവാനെ എന്നായിരുന്നു. എൻ്റെ ചേട്ടന് ഗൾഫിൽ പോകാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അവൾ പോയി കണ്ണൻ്റെ അടുത്ത് പോയി പരാതി പറയുമ്പോൾ കണ്ണൻ അമ്പരിക്കും. ഇവൾ എന്നോട് പ്രാർത്ഥിച്ചത് എന്താണ്? അവളുടെ ചേട്ടന് ഗൾഫിൽ പോകണമെന്ന്. ഞാൻ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടും ഇവൾ വന്ന് എന്നോട് പരാതി പറയുകയാണല്ലോ എന്നല്ല ദൈവം ചിന്തിക്കത്തുള്ളൂ. ദൈവങ്ങൾ പോലും അമ്പരന്ന് പോകും ആ വക നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ. അതുപോലെ തന്നെ ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട്. അവർ പ്രാർത്ഥിക്കും ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമേ എന്ന്. ആ കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതായി ഇന്നത്തെ ഈ സമൂഹത്തിൽ വളർന്നു വന്ന് ചിലപ്പം നല്ല രീതിയിലല്ല വളരുന്നതുണ്ടെങ്കിൽ അതേ ദൈവത്തിനോട് നമ്മൾ ചോദിക്കും നീ എന്തിനാണ് എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ തന്നതെന്ന്. ശരിയല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു വയ്യാഴിക സംഭവിക്കുകയോ ആ കുഞ്ഞ് നേരത്തെ എന്തെങ്കിലും സംഭവിക്കുകയോ പോവുകയോ ചെയ്താലും ചോദിക്കും ദൈവമേ നിന്നോട് ഞാൻ പ്രാർത്ഥിച്ച് നേടിയ കുഞ്ഞല്ലേ, എന്നിട്ടും എനിക്ക് ഈ ഒരു ഗതി നീ വരുത്തിയല്ലോ എന്ന്. അവിടെയും ദൈവമല്ല തെറ്റുകാർ, ചോദിച്ച നമ്മുടെ വിധമാണ് തെറ്റ്. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നു? ദൈവമേ എനിക്ക് നല്ല ആരോഗ്യവും ആയുസ്സും സൽഗുണസമ്പന്നനുമായിട്ടുള്ള ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാം ഇപ്പോഴും നമ്മുടെ അപ്പോഴത്തെ നിലനിൽപ്പ് മാത്രമാണ് നോക്കുന്നത്. മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല. അതുപോലെ തന്നെയാണ് വിവാഹകാര്യം. ഒരുപാട് നാളുകളായി മക്കളുടെ വിവാഹം നടക്കുന്നില്ല. ചൊവ്വാദോഷമോ ജാതകത്തിലോ പ്രശ്നങ്ങളോ ഒക്കെ കാരണം എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? എൻ്റെ മോളുടെ ചൊവ്വാദോഷത്തിന് പറ്റുന്നൊരു ജാതകം കിട്ടണമേ, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് എത്രയും പെട്ടെന്നൊരു വരനെ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ മോൾക്ക് സൽഗുണ സമ്പന്നനായ അവളോട് ചേരുന്ന നല്ല ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു മകനെ അല്ലെങ്കിൽ മകളെ അവൾക്ക് ഭർത്താവായി അല്ലെങ്കിൽ ഭാര്യയായി കിട്ടാൻ അനുഗ്രഹിക്കണമേ. വിവാഹം കഴിച്ചു കൊടുക്കുന്ന ചെറുക്കനെ മാത്രം നോക്കരുത്, ആ കുടുംബവും നല്ലതായിരിക്കണം. അതുമാത്രവുമല്ല, പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയും പ്രാർത്ഥിക്കണം, നല്ല ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു മകനെ ആ മകനുമായിട്ട് ചേർന്ന് നല്ല സൽസന്താനങ്ങളുമായി ദീർഘായുസോടുകൂടി സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ ദൈവമേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥനയാണ് കംപ്ലീറ്റായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മക്കൾ നന്നായി പഠിക്കണമേ, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. പകരം എൻ്റെ മക്കൾ നന്നായി പഠിക്കുന്ന വിദ്യ കൊണ്ട് ഗുണമുണ്ടായി ഉയരങ്ങളിൽ എത്തിച്ചേരാൻ അനുഗ്രഹിക്കണമേ ദൈവമേ. അവിടെയാണ് പ്രാർത്ഥന ഫലം കാണുന്നത്. അസുഖം മാറണമെങ്കിൽ എൻ്റെ അസുഖം മാറണമേ എന്നുള്ളതിന് പകരം എനിക്ക് എല്ലാ രീതിയിലുമുള്ള ആരോഗ്യം തന്ന് ഒരിക്കലും എന്നിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ ഈ അസുഖത്തെ എന്നിൽ നിന്ന് മാറ്റണമേ ഭഗവാനെ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഈ പ്രാർത്ഥനയാണ് ഫലം കാണുന്നത്. എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കൾക്ക് നല്ലത് വരുത്തണമേ ഭഗവാനെ എന്നായിരുന്നു. ഒരിക്കൽ ഞാനിത് കേട്ടപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനിവിടെയാണ്, എൻ്റെ ആങ്ങളെ സൗദിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, പകരം പ്രാർത്ഥിക്കണം എത്ര നാൾ എൻ്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ എത്ര നാൾ ആയുസുണ്ടോ അത്രയും നാൾ അവർ സർവ്വവിധ സന്തോഷത്തോടുകൂടിയും ഐശ്വര്യത്തോടുകൂടിയും ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് വേണം അമ്മ പ്രാർത്ഥിക്കാൻ. ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന നേരായ വിധത്തിലാവുന്നത്. അതുപോലെ ജോലി കിട്ടണം അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് പറ്റുന്ന രീതിയിൽ നല്ല ഒരു ജോലി കിട്ടി സ്ഥിരമായി അതിൽ നിന്ന് അവർക്ക് ഉയർച്ചയുണ്ടാകാൻ അനുഗ്രഹിക്കണമേ ദൈവമേ. നമ്മൾ ഓരോ വാക്കും പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചു പറയണം. കാരണം നമ്മുടെ നാവിൻ തുമ്പിൽ തഥാസ്തു ദേവതകൾ വസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ അവർ തഥാസ്തു എന്ന് പറയും. അതായത് അങ്ങനെയായി തീരട്ടെ. അപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ വിവാഹകാര്യമാണെങ്കിലും അസുഖമാണെങ്കിലും ജോലിയാണെങ്കിലും ആ രീതിയിൽ പ്രാർത്ഥിക്കണം. വിവാഹം കഴിച്ച്
നല്ല കുടുംബത്തിൽ സൽസന്താനങ്ങളോടുകൂടി ദീർഘായുസ്സായി ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കണം. നമ്മളെ വിവാഹം കഴിക്കുമ്പം വിവാഹം കഴിപ്പിച്ച് വിടുന്ന തിരുമേനിമാരൊക്കെ നമ്മളെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? ദീർഘസുമംഗലീ ഭവ, ചെന്ന് കയറുന്ന കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി സന്തോഷത്തോടു കൂടി ദീർഘസുമംഗലിയായി ജീവിക്കാൻ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് തിരുമേനിമാർ നമ്മളെ അനുഗ്രഹിച്ച് വിടുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അവർക്കറിയാം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബ്ലെസ് ചെയ്ത് വിടേണ്ടത് എന്നുള്ള കാര്യം. മാനിഫെസ്റ്റേഷൻസ് എഴുതുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, കറക്റ്റ് പ്രോപ്പർ വേയിൽ എഴുതണം. എന്ത്, എവിടെ, എങ്ങനെ എന്നുള്ളത് മെൻഷൻ ചെയ്ത് എഴുതണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇതേ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. ഒരുപാട് പേർക്ക് കടം കാണും. കടം തീരണം, എൻ്റെ കടം തീരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും എന്നിലേക്ക് കടം വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ല, അല്ലേ? എന്നുവെച്ചാൽ വീണ്ടും കടം വാങ്ങിക്കേണ്ടുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം കടം തീരണം, അങ്ങനെയല്ല. ഇനി ഒരിക്കലും കടം വരാത്ത രീതിയിൽ എനിക്ക് സാമ്പത്തിക ഉയർച്ച തന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് സാമ്പത്തികമായിട്ട് സ്ഥിരമായ സാമ്പത്തിക അഭിവൃദ്ധി തന്നെന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ കറക്റ്റാകുന്നത്. ഞാൻ ദേവീ മഹാത്മ്യം വായിക്കുമ്പം ഞാൻ ആദ്യം മുതലേ പറയുന്ന കാര്യം ഇതാണ്: എത്ര കാലം ഞാൻ ദേവീ മഹാത്മ്യം വായിക്കുന്നു അത്ര കാലം അമ്മേ നീ എൻ്റെ കുടുംബത്തെ കാത്തുരക്ഷിക്കണം. എത്ര കാലം വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമുക്കതിന് ഇത്ര നാൾ ഞാൻ വായിക്കും, എൻ്റെ 50 വയസ്സ് വരെ വായിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഇന്ന് വായിച്ച് സമർപ്പിക്കാൻ പറ്റും, നാളെ വായിച്ച് സമർപ്പിക്കാൻ പറ്റുമായിരിക്കും എന്നേ നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. പ്രതീക്ഷയാണത്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ വായിക്കുന്നിടത്തോളം കാലം എൻ്റെ കുടുംബത്തിന് കാവലായിട്ട് അമ്മ ഉണ്ടായിരിക്കണം. അത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന വാക്കാണ്. ആ വാക്ക് അമ്മ സ്വീകരിച്ച് അമ്മ പാലിച്ചുകൊള്ളും. അത് നമ്മുടെ വിശ്വാസവും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകൾ കറക്റ്റായിട്ടിരിക്കണം. എത്രയോ പേര് പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ട് പകുതി വെച്ച് അവർ എന്താണ് പറയുന്നത്, ഡിവേഴ്സായിട്ട് പോകുകയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിച്ച് വേർപിരിയുകയോ ചെയ്യും. അവിടെ പ്രാർത്ഥനകൾ കറക്റ്റ് ആവാറില്ല. നമ്മൾ ഇപ്പം ഇത് കേൾക്കുന്ന കുറച്ച് പേര് കളിയാക്കിക്കൊണ്ട് വരുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് വളരെ ശക്തിയുണ്ട്. നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് തലച്ചോറിൽ കൂടി നമ്മൾ ദൈവത്തോട് പറയുന്ന ഓരോ കാര്യത്തിനും ശക്തിയുണ്ട്. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെയധികം പവറുള്ള ഒന്നാണ്. ആ പ്രാർത്ഥന കറക്റ്റായ രീതിയിൽ ഈശ്വരൻ്റെ പാദത്തിൽ സമർപ്പിച്ചാൽ ദൈവം നമുക്ക് തിരിച്ചു തരുന്നത് നമ്മൾ എന്താവശ്യപ്പെട്ടോ അത് തന്നെ ആയിരിക്കും. നിങ്ങൾക്കൊരു വീട് വേണം, ദൈവമേ എനിക്കൊരു വീട് തന്ന് അനുഗ്രഹിക്കണേ, അങ്ങനെയല്ല. ദൈവമേ എനിക്കൊരു വീട് തന്ന് അതിൽ സുഖമായി സന്തോഷമായി സമാധാനമായി ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള അനുഗ്രഹം തന്നെന്നെ അനുഗ്രഹിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് മക്കളുമായി ജീവിതകാലം മുഴുവൻ എനിക്ക് എൻ്റെ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ കയറാനായിട്ട്. അതുപോലെ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ ഈ യാത്ര നല്ലതായി തീരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് പകരം, ദൈവമേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ തിരിച്ച് ഈ വീട്ടിൽ വരുന്നത് വരെ തുണയായി കാവലായി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പോകുന്ന കാര്യം സാധിച്ചു കിട്ടണം എന്നത് മാത്രമല്ല, തിരിച്ചത് സാധിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരണ്ടേ. നമ്മളൊക്കെ എന്താണ് പറയുന്നത്, ടൂറ് പോകുന്നവരാണ്. ഇപ്പം വെളിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിൽ പോകുന്നവരാണ്. നാട്ടിൽ പോകാനായിട്ടൊരു തടസ്സവുമില്ലാതെ പോകാൻ പറ്റണമേ, അവിടെ ചെന്നെത്താൻ പറ്റണമേ. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മളൊരു എക്സാമിന് പോകുമ്പോഴും ദൈവമേ എനിക്ക് എക്സാം നന്നായി എഴുതാൻ പറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം, ഞാൻ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ എഴുതാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. ആ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ കുറച്ച് പേര് ഭർത്താവിന് ചിലപ്പം കുടിക്കുന്നവരായിരിക്കാം, വീട്ടിൽ അലമുണ്ടാക്കുന്നവരായിരിക്കാം, വഴക്കുണ്ടാക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഭർത്താവിൻ്റെ കുടി നിർത്തി തരണേ ദൈവമേ, എൻ്റെ ഭർത്താവ് വഴക്കുണ്ടാക്കുന്നത്. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ എൻ്റെ ഭർത്താവിൻ്റെ ശീലങ്ങളൊക്കെ മാറ്റി നല്ല സ്വഭാവത്തിലോട്ട് വന്ന് അദ്ദേഹത്തിനോടൊപ്പം മക്കളുമായി സന്തോഷത്തോടു കൂടി ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള അനുഗ്രഹം തന്നെന്നെ അനുഗ്രഹിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാനും എൻ്റെ മക്കളുമായി സർവ്വവിധ സന്തോഷത്തോടും കൂടി സർവ്വ ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് പ്രോപ്പറായിട്ടുള്ള ശരിയായ വേ. നമ്മൾ വൺ ലൈനിൽ എനിക്ക് ജോലി വേണം അല്ലെങ്കിൽ എൻ്റെ വിവാഹം നടക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കും. നമ്മൾ എന്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അത് ദൈവം നമുക്ക് സാധിച്ചു തരും. പക്ഷേ അതിന് മുന്നോട്ട്
ഒരു ജോലിയാണെങ്കിലും നമുക്കത് സ്ഥിരമായിട്ട് വേണം. ആ ജോലി കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകണം, പ്രമോഷൻ ഉണ്ടാവണം, ഇതൊക്കെ വേണ്ടേ? അപ്പം നമ്മൾ ഇതെല്ലാം കൂടി വേണം ഭഗവാന് മുൻപിലോട്ട് വെക്കാൻ. അപ്പോൾ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനും നമ്മൾ ചെയ്യുന്നതിനുമുള്ള കറക്റ്റായിട്ടുള്ള ഫലം നമുക്ക് 100% കിട്ടുകയുള്ളൂ. ഈ കറക്റ്റ് വേയിലല്ല നമ്മുടെ പ്രാർത്ഥന എന്നതുകൊണ്ടാണ് നമ്മൾക്ക് ആ പ്രാർത്ഥന നടന്നു വരാനും അതുപോലെ തന്നെ അതിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ശരിയായി വരാത്തതും. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ദൈവത്തിൻ്റെ സമർപ്പിക്കാൻ, ദൈവത്തിങ്കൽ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കാര്യം എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കൊള്ളട്ടെ, അത് നമ്മൾക്കറിയാം. നമ്മളിപ്പം ഒരു പ്രാർത്ഥനയ്ക്ക്, അതായത് നമ്മുടെ ഒരു ആഗ്രഹം ഭഗവാന് സമർപ്പിക്കാൻ ഭഗവാന് മുൻപിൽ ഒരു 5 മിനിറ്റ് ഇരിക്കേണ്ടി വന്നാലും അങ്ങ് ഇരിക്കണം, ഇരുന്ന് നമ്മളങ്ങ് പറയണം. ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ അത് ഇപ്പം എല്ലാവരും, ഇപ്പം അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, ഭാര്യമാർ ഭർത്താക്കന്മാരായിട്ടും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും, ഭർത്താക്കന്മാർ ഭാര്യയ്ക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അവർ ദീർഘായുസോടുകൂടി സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കണമെന്ന് വേണം. എൻ്റെ അമ്മയ്ക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന നാൾ വരെയും ആരോഗ്യത്തോടു കൂടി, ഈ ജീവിച്ചിരിക്കുന്ന നാൾ വരെയും എന്ന് ഞാൻ പറയാൻ കാരണം, ആരുടെയും ആയുസ് നമ്മുടെ കയ്യിലല്ല, അത് ദൈവം തീരുമാനിക്കുന്നതാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പം അവർ ദീർഘായുസോടുകൂടി സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കണം. ഇപ്പം എൻ്റെ പ്രായമുള്ള എല്ലാ വീഡിയോ കാണുന്ന എല്ലാവരുടെയും അച്ഛനമ്മമാർ ഏജ്ഡായിരിക്കും. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, എൻ്റെ അച്ഛനും അമ്മയും ദീർഘായുസോടുകൂടി സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ ദൈവമേ. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മക്കൾ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ദീർഘായുസോടുകൂടി ആരോഗ്യത്തോടു കൂടി ഉന്നതമായി പഠിച്ച് നല്ല നിലയിലെത്തി നന്നായി ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ. നമ്മുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെങ്കിൽ മരണം വരെ ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ, എൻ്റെ ഭർത്താവിനോടൊപ്പം എനിക്കും ജീവിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിവാഹ ജീവിതം നല്ലതാവണമെങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ, ഐശ്വര്യമായിട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പറഞ്ഞാൽ ആ പ്രാർത്ഥിക്കുന്ന അതേ രീതിയിൽ തന്നെ ദൈവം നമ്മളിലോട്ട് അത് എത്തിക്കും. ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനകളാണ്. നമുക്കിപ്പോൾ ധനവരവാണ് വീട്ടിലോട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ഥിരമായ ധനസമൃദ്ധി എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും. അവിടെ നമുക്ക് കിട്ടുന്നത് സ്ഥിര ധനവരവാണ്. അല്ലാതെ എനിക്ക് നാളെ 10,000 രൂപ വേണം, അത് വേണം ദൈവമേ, അങ്ങനെ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ നമുക്ക് ഫലം കിട്ടുന്നത് സ്ഥിരമായിട്ട് നമുക്ക് ധനവരവല്ലേ വേണ്ടത്. ഇപ്പോൾ നാളെ 10,000 രൂപ വേണം എന്നുണ്ടെങ്കിൽ ആ നാളെ 10,000 രൂപ കിട്ടണമേ തന്നെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടാതിരിക്കില്ല, കിട്ടിയേക്കാം, പക്ഷേ അത് അവിടെ തീരും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ആവശ്യം വരുമ്പോൾ വീണ്ടും. അതിന് പകരം നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഇങ്ങനെയും കൂടി പ്രാർത്ഥിച്ചാൽ, ധനധാന്യ സ്വർണ്ണ സമൃദ്ധി എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നനുഗ്രഹിക്കണമേ ദൈവമേ, അഷ്ട ഐശ്വര്യങ്ങളും സ്ഥിരമായ ലക്ഷ്മി കടാക്ഷം എനിക്കുണ്ടാകണമേ ദേവി എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ഞാൻ ഇത്രയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് വിചാരിച്ചത്. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യം മുഴുവൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ചിന്തയും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതൊന്നും ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച് പറയുന്ന കാര്യമല്ല. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കൊച്ചുഗുരുവായൂരപ്പൻ അമ്പലത്തിൽ സപ്താഹം നടന്ന സമയത്ത് അവിടെ സപ്താഹ ആചാര്യൻ ആയിട്ട് വന്നിരുന്ന മഹാമനുഷ്യനായൊരു വ്യക്തിയാണ് അവിടെ ഇരുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. അന്ന് മുതൽ ഞാനിതെൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിന് മുൻപ് വരെ, അതായത് ആ ഒരു പ്രസംഗം കേൾക്കുന്നതിന് മുൻപ് വരെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്ക് കല്യാണം നടക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ നന്നായിട്ട് വളരണം, ഇങ്ങനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ തെറ്റ് ഞാൻ അന്നുകൊണ്ട് തിരുത്തി. അന്ന് തിരുത്തിയതോടുകൂടി എനിക്ക് ഒരുപാട് ചേഞ്ചസും ഉണ്ടായി. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ രീതി മാറുമല്ലേ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്നതിൽ ഒരാൾക്കെങ്കിലും അവരുടെ രീതി ഒന്ന് മാറ്റിയാൽ, ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാൽ അത്രയും സന്തോഷമെന്ന് കരുതിയാണ് ഇന്ന് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.